നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് SIR കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. 24,08,503 പേർ പട്ടികയ്ക്ക് പുറത്ത്. കരട് പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറി. ഇന്ന് മുതൽ ജനുവരി 22 വരെ പരാതി നൽകാം. പരാതി പരിശോധിക്കാൻ 1000-ഓളം ഉദ്യോഗസ്ഥരെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വിദേശ വ്യവസായി. 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നും വിദേശ വ്യവസായിയുടെ മൊഴി. വിഗ്രഹങ്ങൾ വാങ്ങിയത് പുരാവസ്തു കടത്ത് സംഘത്തിന്റെ അംഗമായ ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശി. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷിക്കാൻ തയ്യാറെന്ന് CBI. SITയുടെ മേൽ സമ്മർദ്ദമെന്ന് VD സതീശൻ. കേസിൽ പിടിയിലായ പ്രതികളെ CPMന് ഭയമെന്ന് രമേശ് ചെന്നിത്തല. 1 ലക്ഷം കടന്ന് സ്വർണ്ണവില. 1 പവന് 1,01,600 രൂപ. ഇന്ന് കൂടിയത് 1,760 രൂപ. ഇനിയും വില ഉയരുമെന്ന് വിദഗ്ധർ. ഓഹരി വിപണിയിലെ ഇടിവും രൂപയുടെ മൂല്യം കുറഞ്ഞതും വില കൂടാൻ കാരണം. താമസ കുടിയേറ്റ നിയമങ്ങൾ പരിഷ്കരിച്ച് UAE. മാറ്റം വരുത്തിയത് നിക്ഷേപകർക്കും സന്ദർശകർക്കും വിവിധ മേഖലകളിൽ വിദഗ്ധരായവർക്കും അനുവദിക്കുന്ന വീസ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ 4 തരം സന്ദർശക വീസകളിലും പ്രഖ്യാപനം. സൗദിയിൽ ബാങ്കിംഗ് സേവനങ്ങൾക്കുള്ള ഫീസുകൾ കുറച്ച് സൗദി സെൻട്രൽ ബാങ്ക്. ഇളവ് വരുത്തിയത് അഡ്മിനിസ്ട്രേറ്റീവ്, ATM കാർഡ്, മണി ട്രാൻസ്ഫർ എന്നിവയുടെ ഫീസുകളിൽ. പ്രാബല്യത്തിൽ വരുന്നത് 2 മാസത്തിന് ശേഷം. ഒമാനിലെ സലാലയിൽ നിന്നും കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു. അടുത്ത വർഷം മാർച്ച് 1 മുതൽ ആഴ്ചയിൽ 4 സർവീസുകൾ. 50 ഒമാനി റിയാൽ മുതലാകും ടിക്കറ്റ് നിരക്ക്. വിശദമായി നോക്കാം. SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 24.08 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്തായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. 6.45 ലക്ഷം പേരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. യോഗ്യരായവർ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ പട്ടികയിൽ ചേർക്കാനാകും. കരടിന്മേൽ ജനുവരി 22 വരെ പരാതി നൽകാം. SIRന്റെ സമയപരിധി നീട്ടി നൽകാനാകില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയതായും രത്തൻ ഖേൽക്കർ അറിയിച്ചു. വോട്ടേഴ്സിന്റെ കണക്കെന്ന് പറയുന്നത് 2,70,50,855. 2,78,50,855. ഇതായിരുന്നു 27-ാം തീയതി ഒക്ടോബർ 2025 കൂടി നമ്മൾ ഫ്രീസ് ചെയ്ത ലിസ്റ്റ്. ഈ നിലവിലുണ്ടായിരുന്ന എല്ലാ വോട്ടേഴ്സിനും നമ്മൾ പ്രീ പ്രിന്റഡ് ആയിട്ടുള്ള എനുമറേഷൻ ഫോം പ്രിന്റ് ചെയ്യുകയും അത് നമ്മൾ വിതരണം ചെയ്തിട്ട് തിരികെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നടപടി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നെ നമുക്ക് ആൾക്കാർ പൂരിപ്പിച്ച് തിരികെ ലഭ്യമാക്കിയിട്ടുള്ള എനുമറേഷൻ ഫോമിന്റെ എണ്ണം എന്ന് പറയുന്നത് 2,54,42,352. അതായത് 2,54,42,352. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി മുൻപ് മുന്നോട്ട് വെച്ച സംശയങ്ങൾ ശരിവെക്കുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇന്നുണ്ടായത്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്നും 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നാണ് നിർണായക മൊഴി. രമേശ് ചെന്നിത്തല SITക്ക് നൽകിയ മൊഴിയിൽ ഒരു വ്യവസായിയെ പരാമർശിച്ചിരുന്നു. അദ്ദേഹമാണ് ഈ പുരാവസ്തു കടത്തിനെക്കുറിച്ചും 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ വാങ്ങിയ ചെന്നൈ സ്വദേശിയായ ഡി മണി എന്നയാളെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പുരാവസ്തു കടത്താണ് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായിയുടെ കൂടി മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് വ്യവസായിയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ശബരിമലയിലെ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയതായാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇത് വാങ്ങിയിരിക്കുന്നത് തമിഴ്നാട് ചെന്നൈ സ്വദേശിയായ ഡി മണി എന്ന ആളാണെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. 2019-20 കാലഘട്ടത്തിലാണ് വിഗ്രഹങ്ങൾ കടത്തിയതായി പറയുന്നത്. ഡി മണി പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന സൂചന. 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു പണം കൈമാറിയത്. ഡി മണി നേരിട്ടെത്തിയായിരുന്നു പണം നൽകിയത്.
ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള ഒരു ഉന്നതനാണ് പണം വാങ്ങിയതെന്നാണ് വിവരം. ഇതിന് ഇടനില നിന്നത് നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം ഒരു വശത്തുകൂടി നീങ്ങുന്നതിനിടെയാണ് പുരാവസ്തു കടത്തും ചർച്ചയാകുന്നത്. ഡി മണിയെ കണ്ടെത്താനാണ് SITയുടെ തീരുമാനം. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്വർണ്ണക്കൊള്ള കേസ് പിടിയിലായ പ്രതികളെ CPMന് ഭയമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ യഥാർത്ഥ പ്രതികൾ സ്വൈരി വിഹാരം നടത്തുകയാണ്. സ്വർണ്ണക്കൊള്ളയ്ക്കും പ്രതികൾക്കും രാഷ്ട്രീയ സംരക്ഷണമുണ്ട്. തൊണ്ടി മുതൽ എവിടെ പോയെന്ന് പോലും അറിയില്ല. പ്രതികൾക്കെതിരെ നടപടിയെടുക്കാത്തത് ദുരൂഹമാണ്. പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണമുണ്ടെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ SIT ഇനി വൈകാൻ പാടില്ല. ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും സ്വൈരവിഹാരം നടത്തുകയാണ്. ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഇതിൻ്റെ അന്വേഷണം കടന്നു പോയിട്ടില്ല. വാസ്തവത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന ആളുകൾ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു കൊള്ള നടത്താൻ സാധ്യമല്ല. അതിന് പൊളിറ്റിക്കൽ പാട്രണേജ് ഉണ്ട്, രാഷ്ട്രീയ സംരക്ഷണമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ SITയുടെ മേൽ സമ്മർദ്ദമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. 2 IPS ഉദ്യോഗസ്ഥരാണ് ശ്രമം നടത്തുന്നത് എന്നും പിന്മാറിയില്ലെങ്കിൽ പേര് വെളിപ്പെടുത്തുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയുടെ മീതെ, SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ദയവീത് അവരതിൽ നിന്ന് പിന്മാറണം. മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിവെച്ചു. ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാരിന് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി. സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും സ്പോൺസർ എന്ന നിലയിൽ 2019 മുമ്പ് പലപ്പോഴായി 84 ലക്ഷം രൂപയുടെ സംഭാവന ശബരിമലയ്ക്ക് നൽകിയിട്ടുണ്ടെന്നുമാണ് ഗോവർദ്ധനൻ ഹർജിയിൽ പറയുന്നത്. ഗോവർദ്ധനന്റെ ജാമ്യാപേക്ഷ ഡിസംബർ 30 വീണ്ടും പരിഗണിക്കും. കേസിൽ ഉൾപ്പെടുത്തി തന്റെ സ്വന്തം സ്വർണം SIT പിടിച്ചെടുത്തെന്നാണ് ഗോവർദ്ധനന്റെ ആരോപണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF നേതാക്കൾക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം ഉയർത്തി കാണിച്ച് മന്ത്രി V ശിവൻകുട്ടി. 2016 മുമ്പ് നടന്ന ആ സംഭവങ്ങളൊന്നും പിണറായി വിജയൻ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ കഴിയില്ലെന്നും സോണിയാഗാന്ധിയുടെ വസതിയിൽ പോറ്റി പലതവണ സന്ദർശനം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കളുടെയും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും കൂടെ നിൽക്കുന്ന ഫോട്ടോ പുറത്തുവന്ന സ്ഥിതിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം വെളിപ്പെടുത്താൻ തയ്യാറാണോ എന്നും മന്ത്രി ചോദിച്ചു. സോണിയാഗാന്ധി അതിന് ഇതിൽ കൂടെ നിൽക്കുന്ന പോറ്റി ജയിലിൽ സോണിയാഗാന്ധിക്ക് ഒരു ബന്ധമില്ലെങ്കിൽ ഇങ്ങനെ ഇത്തിരി അടുത്ത് നിൽക്കും. 2016 മുൻപ് നടന്ന ഈ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം പിണറായി വിജയൻ്റെയോ LDF സർക്കാരിൻ്റെയോ തലയിൽ കെട്ടിവയ്ക്കാൻ കഴിയില്ല. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം മറ്റൊന്നാണ്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. കൊച്ചി മേയർ സ്ഥാനം VK മിനിമോളും ഷൈനി മാത്യുവും ചേർന്ന് പങ്കിടാൻ ധാരണ. KPCC ഇടപെടലിന് മുമ്പ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാനാണ് ശ്രമം. കോൺഗ്രസ് കൗൺസിലർമാരിൽ ഭൂരിഭാഗം പേരുടെയും പിന്തുണ VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവർക്ക് ലഭിച്ചതോടെയാണ് KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ദീപ്തി മേരി വർഗീസിന്റെ സാധ്യത കുറഞ്ഞത്. പേരുകളിൽ തർക്കമുയർന്നതോടുകൂടി കോർ കമ്മിറ്റി കോൺഗ്രസ് കൗൺസിലർമാരുടെ അഭിപ്രായം തേടിയിരുന്നു. മികച്ച ഭൂരിപക്ഷം ലഭിച്ചതോടെ കൊച്ചി മേയർ തെരഞ്ഞെടുപ്പ് എളുപ്പമാകുമെന്ന് കരുതിയെങ്കിലും കൊച്ചി മേയറെ നിശ്ചയിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ശക്തമായ ഭിന്നതയാണ് ഉണ്ടായത്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത്. എന്നാൽ പിന്നീട് A ഗ്രൂപ്പിന് പിന്തുണ ഷൈനി മാത്യുവിന് വന്നതോടെ VK മിനിമോളുടെയും ഷൈനി മാത്യുവിൻ്റെയും പേരുകൾക്ക് മുൻഗണന ലഭിക്കുകയായിരുന്നു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, മുതിർന്ന നേതാവ് N വേണുഗോപാൽ എന്നിവർ ഉൾപ്പെടെ കോർ കമ്മിറ്റി കോൺഗ്രസ് കൗൺസിലർമാരുടെ അഭിപ്രായം തേടിയിരുന്നു. VK മിനിമോൾക്കും ഷൈനി മാത്യുവിനുമാണ് കൗൺസിലർമാരിൽ നിന്ന് കൂടുതൽ പിന്തുണ ലഭിച്ചത്. മിനിമോൾക്ക് 17 പേർ പിന്തുണ നൽകിയപ്പോൾ ഷൈനി മാത്യുവിന് 19 പേരുടെ പിന്തുണ ലഭിച്ചു. ദീപ്തി മേരി വർഗീസിന് 4 പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2.5 വർഷം വീതം മിനിമോൾക്കും ഷൈനി മാത്യുവിനും സ്ഥാനം നൽകാനാണ് നിലവിലെ ധാരണ. ആദ്യ ടേമിൽ VK മിനിമോൾ മേയറാകും എന്നാണ് നിലവിലെ ധാരണ. എന്നാൽ ദീപ്തി മേരി വർഗീസുമായി ബന്ധപ്പെട്ട വിഭാഗം ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. AI ഗ്രൂപ്പുകളുടെ സമ്മർദ്ദമാണ് ഇപ്പോൾ ദീപ്തിക്ക് വിനയായത്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കാമെന്ന ധാരണയും ഉണ്ടായിട്ടുണ്ടെന്നാണ് വിവരം. വെള്ളിയാഴ്ചയാണ് മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ്. അമൃത ന്യൂസ്, കൊച്ചി. കൊച്ചി മേയർ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്ന KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് തന്റെ പേര് വെട്ടിയതിൽ KPCCക്ക് പരാതി നൽകി. KPCC സർക്കുലർ തെറ്റിച്ചാണ് മേയറെ തെരഞ്ഞെടുത്തതെന്നാണ് ദീപ്തിയുടെ ആരോപണം. KPCCയുടെ നിരീക്ഷകനെത്തി കൗൺസിലർമാരെ കേൾക്കണമെന്നാണ് സർക്കുലറിൽ ഉള്ളത്. അതിൽ കൂടുതൽ പേര് അനുകൂലിക്കുന്ന ആളെ മേയറാക്കണമെന്നാണ് വ്യവസ്ഥ. ഗ്രൂപ്പ് നേതാക്കളായ ഡൊമിനിക് പ്രസന്റേഷനും N വേണുഗോപാലുമാണ് കൗൺസിലർമാരെ കേട്ടത്. തന്നെ ഒഴിവാക്കാൻ ബോധപൂർവ്വം ശ്രമം നടന്നെന്നാണ് ദീപ്തിയുടെ പരാതി. രഹസ്യ വോട്ടെടുപ്പ് നടത്തിയില്ല. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള നേതാക്കൾ വോട്ടെടുപ്പിന് വന്നില്ലെന്നും പരാതിയുണ്ട്. അവർ പുറത്തു പറഞ്ഞ കണക്ക് അവിശ്വസനീയമാണെന്നും ദീപ്തി മേരി വർഗീസ് പറയുന്നു. LDFിൽ നിന്ന് മുന്നണി മര്യാദയ്ക്ക് അനുസരിച്ചുള്ള സഹകരണം ലഭിച്ചില്ലെന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ് ദേവർകോവിൽ വിഭാഗം ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ. INL സ്ഥാനാർത്ഥിക്ക് പലയിടത്തും വോട്ട് ലഭിച്ചില്ല. വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിങ്ങളെ അല്ലെന്നും മലപ്പുറത്തെ മുസ്ലിം ലീഗിനെയാണെന്നും കാസിം ഇരിക്കൂർ കോഴിക്കോട് പറഞ്ഞു. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ രാജ്യത്ത് നടക്കുന്ന അക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ക്രിസ്മസ് ഭീഷണിയുടെ നിഴലിലാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇടപെടണമെന്നും CBCI ആവശ്യപ്പെടുന്നു. BJPയുടെ യഥാർത്ഥ മുഖമാണ് പുറത്തുവരുന്നതെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. എന്നാൽ യഥാർത്ഥ വിഷയങ്ങളിൽ പ്രതികരിക്കാതെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കോൺഗ്രസ് വടക്ക് നോക്കി യന്ത്രങ്ങളായി മാറിയെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. ഒഡീഷ, മധ്യപ്രദേശ്, ഡൽഹി ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം തുടർച്ചയായി ഉണ്ടായതോടെയാണ് ആശങ്ക രേഖപ്പെടുത്തി കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ രംഗത്തെത്തിയത്. മധ്യപ്രദേശിലെ ജബൽപൂരിലെ സംഭവം ഞെട്ടലുളവാക്കുന്നു. ക്രിസ്മസ് ഭീഷണിയുടെ നിഴലിലാണെന്ന് CBCI പറയുന്നു. സമാധാനപരമായി കരോളുമായി പോകുന്നവർക്ക് നേരെയും പള്ളിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് നേരെയുമാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ആവശ്യപ്പെടുന്നു. വിഷയത്തിൽ BJPയെയും സംഘപരിവാർ സംഘടനകളെയും വിമർശിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. BJPയുടെ യഥാർത്ഥ മുഖമാണ് അക്രമങ്ങളിലൂടെ പുറത്തുവരുന്നതെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ക്രൈസ്തവർക്കൊപ്പമാണെന്ന തരത്തിൽ പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നാൽ സംഘപരിവാർ സംഘടനകളും അദ്ദേഹത്തിന്റെ പാർട്ടിയും അവരുടെ സ്വഭാവം ഓരോ ദിവസവും കാണിക്കുകയാണെന്ന് KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. അതേസമയം കോൺഗ്രസിന് മറുപടിയുമായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് രംഗത്തെത്തി. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ പറഞ്ഞു. ജമായത്തെ ഇസ്ലാമി കോൺഗ്രസ് കൂട്ടുകെട്ടിന് ദോഷം വരാതിരിക്കാനാണ് ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയ്ക്കെതിരെ കോൺഗ്രസ് പ്രതികരിക്കാത്തതെന്ന് ഷോൺ ജോർജ് വിമർശിച്ചു. ബംഗ്ലാദേശിൽ ഉൾപ്പെടെ ഈ നരഹത്യക്ക് പിന്നിൽ ഉള്ള ശക്തികൾ ഏതൊക്കെയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉള്ള അക്രമങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. അതേ ജമാഅത്തെ ഇസ്ലാമിയെ സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള ആക്കിയിട്ടുള്ള കോൺഗ്രസ്സിന് ഈ പ്രചരണങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസ്സിന് ദോഷം ചെയ്യുമെന്നുള്ള വലിയ കാഴ്ചപ്പാടിലായിരിക്കാം. അതേസമയം പാലക്കാട് ആക്രമിക്കപ്പെട്ട കരോൾ സംഘത്തിന് പള്ളിയുമായി ബന്ധമില്ലെന്നും മാന്യമല്ലാത്ത രീതിയിൽ കരോളുമായി പോയാൽ അടികിട്ടുക സ്വാഭാവികമെന്നുമാണ് ഷോണിന്റെ പ്രതികരണം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 1 ലക്ഷം പിന്നിട്ടു. 1,16,600 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 12,700 രൂപയിലുമെത്തി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 43% വർധനവാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. 2025 ജനുവരിയിൽ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് വില 57,000 രൂപയായിരുന്നു. 11 മാസങ്ങൾക്കിടെ വില 43% ഉയർന്ന 1,01,600 രൂപയിലെത്തി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില $4,487 എത്തി. 2020 $2,000 അന്താരാഷ്ട്ര സ്വർണ്ണവില. US വെനസ്വേല ഭിന്നത രൂക്ഷമാകുന്നതും റഷ്യ യുക്രൈൻ സമാധാന നീക്കം പാളുമെന്ന ആശങ്കയും അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില ഉയരാൻ കാരണമായപ്പോൾ രൂപയുടെ മൂല്യത്തകർച്ചയാണ് രാജ്യത്ത് സ്വർണ്ണവില ഉയർത്തിയതിൽ പ്രധാന ഘടകം. അന്താരാഷ്ട്ര സ്വർണ്ണവില $4,500 എത്തിയതോടെ ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില 1 ലക്ഷത്തിന് മുകളിലേക്ക് കുതിക്കുന്നു. സ്വർണ്ണവില കഴിഞ്ഞ 5 വർഷത്തെ വില പരിശോധിച്ചാൽ $2,500 വില വ്യത്യാസമാണ് അന്താരാഷ്ട്ര വിപണിയിലുണ്ടായത്. ആഭ്യന്തര വിപണിയിൽ 2020 40,000 രൂപയായിരുന്ന സ്വർണ്ണ വിലയാണ് ഒരു പവന് ഇന്നിപ്പോൾ 1 ലക്ഷം രൂപ കടക്കുന്നത്. 60,000 രൂപയുടെ വില വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള സൂചനകൾ, അതുപോലെ തന്നെ ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ, ഡോളറിൻ്റെ മൂല്യശോഷണം തുടങ്ങിയവയെല്ലാം സ്വർണ്ണവില ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യൻ രൂപയുടെ
ദുർബലാവസ്ഥയും സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. വൻകിട നിക്ഷേപകർ താൽക്കാലിക ലാഭമെടുപ്പ് നടത്തിയാൽ വിലയിൽ ചെറിയ കുറവ് വന്നേക്കാം. എന്നാൽ അന്താരാഷ്ട്ര വില $4,500 കടന്ന് മുന്നോട്ട് നീങ്ങിയാൽ കേരളത്തിൽ സ്വർണ്ണത്തിന് വീണ്ടും വലിയ തോതിൽ വില വർദ്ധിക്കും. സ്വർണ്ണ ഉപഭോഗത്തിൽ ഇന്ത്യയിൽ തന്നെ മുൻനിരയിലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കേരളത്തിൽ 2000 ടണ്ണിലധികം സ്വർണം ജനങ്ങളുടെ കൈവശമുള്ളതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ ഒരു വർഷം നടക്കുന്ന സ്വർണം വിറ്റുവരവ് 125 മുതൽ 150 ടൺ വരെയാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയിലുണ്ടാകുന്ന വർധനവ് മലയാളികൾക്ക് നൽകുന്നത് വലിയ ആശങ്ക തന്നെയാണ്. അമൃത ന്യൂസ്, കൊച്ചി. UAE-യിലെ താമസ കുടിയേറ്റ നിയമങ്ങൾ പരിഷ്കരിച്ചു. നിക്ഷേപകർക്കും സന്ദർശകർക്കും വിവിധ മേഖലകളിൽ വിദഗ്ധരായവർക്കും അനുവദിക്കുന്ന വിസ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദഗ്ധർ, വിനോദ പരിപാടികൾക്കായി എത്തുന്നവർ, ഇവന്റുകളിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിച്ചെത്തുന്നവർ, മാരിടൈം ടൂറിസം എന്നിങ്ങനെ 4 തരം സന്ദർശക വിസകളും പ്രഖ്യാപിച്ചു. നിർമ്മിത ബുദ്ധി മേഖലയിൽ വിദഗ്ധരായവർക്ക് പ്രത്യേക വിസ അനുവദിക്കുന്നതുൾപ്പെടെയുള്ള മാറ്റങ്ങളാണ് UAE താമസ കുടിയേറ്റ നിയമത്തിൽ വരുത്തിയത്. സന്ദർശക വിസയ്ക്കുള്ള മാനദണ്ഡങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. സന്ദർശക വിസ അനുവദിക്കുന്നതിനായി സ്പോൺസർ ചെയ്യുന്ന വ്യക്തികളുടെ ശമ്പള പരിധി പ്രധാന മാനദണ്ഡമാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കളെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ കുറഞ്ഞത് 4000 ദിർഹം ശമ്പളം ഉണ്ടായിരിക്കണം. എന്നാൽ സുഹൃത്തുക്കളുടെ സന്ദർശക വിസ സ്പോൺസർ ചെയ്യാൻ കുറഞ്ഞത് 15000 ദിർഹമാണ് ശമ്പളം വേണ്ടത്. ബിസിനസ് ആവശ്യങ്ങൾക്കായി എത്തുന്നവർ പ്രവൃത്തി പരിചയവും സാമ്പത്തിക ശേഷിയും വ്യക്തമാക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്നും നിബന്ധനയുണ്ട്. യുദ്ധമോ പ്രകൃതിക്ഷോഭമോ നേരിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സ്പോൺസർ ഇല്ലാതെ തന്നെ 1 വർഷത്തെ താമസ വിസ അനുവദിക്കാൻ അതോറിറ്റിക്ക് അധികാരമുണ്ടാകും. UAE പൗരന്മാരെയോ താമസക്കാരെയോ വിവാഹം കഴിച്ച വിദേശികളായ വിധവകൾക്കും വിവാഹമോചിതർക്കും 6 മാസത്തെ താമസ വിസയും അനുവദിക്കും. ഗോൾഡൻ വിസ ഉള്ളവർക്കുള്ള സേവനങ്ങളും വിപുലീകരിച്ചു. വിദേശ രാജ്യത്തുള്ള ഗോൾഡൻ വിസക്കാർക്ക് ആരോഗ്യപരമായ അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ UAE-യിലെത്താനുള്ള സൗകര്യം, പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ തിരിച്ചെത്താനുള്ള രേഖകൾ വേഗത്തിൽ ലഭ്യമാക്കുക, 24 മണിക്കൂറും അടിയന്തര സേവനങ്ങൾ എന്നിവയാണ് ലഭിക്കുക. എന്റർടൈൻമെന്റ് വിസ, ഇവന്റ് വിസ, മാരിടൈം ടൂറിസം വിസ എന്നിവയാണ് പുതിയ വിസിറ്റ് വിസ വിഭാഗങ്ങൾ. അമൃത ന്യൂസ്, ദുബായ്. സൗദിയിൽ നിരവധി ബാങ്കിംഗ് സേവനങ്ങൾക്കുള്ള ഫീസുകൾ കുറയ്ക്കാൻ സൗദി സെൻട്രൽ ബാങ്ക് തീരുമാനിച്ചു. വായ്പകൾ അനുവദിക്കാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഫീസുകൾ, ATM കാർഡ് ഫീസ്, മണി ട്രാൻസ്ഫർ ഫീസ് എന്നിവയുടെ പരമാവധി പരിധികളിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. ധനകാര്യ സ്ഥാപന സേവന ഫീസ് ഗൈഡിലെ അപ്ഡേറ്റിന്റെ ഭാഗമായി ഈ ഭേദഗതികൾ 60 ദിവസത്തിന് ശേഷം പ്രാബല്യത്തിൽ വരും. ഒമാനിലെ സലാലയിൽ നിന്നും കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു. അടുത്ത വർഷം മാർച്ച് 1 മുതൽ ആഴ്ചയിൽ 4 സർവീസുകൾ ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. സലാല കൊച്ചി, സലാല കോഴിക്കോട് റൂട്ടുകളിലാണ് സർവീസ്. സലാലയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ശനി, ചൊവ്വ ദിവസങ്ങളിലും കൊച്ചിയിലേക്ക് വ്യാഴം, ഞായർ ദിവസങ്ങളിലുമായിരിക്കും സർവീസുകൾ. 50 ഒമാനി റിയാൽ മുതലാകും ടിക്കറ്റ് നിരക്ക്. സലാലയിൽ നിന്നുമുള്ള സർവീസുകൾ നിർത്തലാക്കിയത് പ്രവാസികളെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. ദോഫാർ, അൽവുസ്ത മേഖലയിൽ നിന്നുള്ള പ്രവാസി മലയാളികൾ 1000 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ചു വേണമായിരുന്നു വിമാനത്താവളങ്ങളിൽ എത്താൻ. കുവൈറ്റിൽ പ്രവാസികളുടെ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് നിരക്ക് പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പായി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ താമസരേഖ പുതുക്കുന്നതിന് വിവിധ ഗവർണറേറ്റുകളിലെ താമസകാര്യ വിഭാഗങ്ങളിലും ഇൻഷുറൻസ് ഓഫീസുകളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. പഴയ നിരക്കിൽ താമസരേഖ പുതുക്കുവാനുള്ള അവസരം പ്രയോജനപ്പെടുത്തുന്നതിനായാണ് പ്രവാസികൾ കൂട്ടമായി ഇവിടേക്കെത്തിയത്. ഓൺലൈൻ വഴിയുള്ള അപേക്ഷകളിൽ തടസ്സം നേരിട്ടതോടെ അപേക്ഷകൾ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള തിരക്ക് വർദ്ധിക്കുകയായിരുന്നു. എന്നാൽ തിരക്ക് വർദ്ധിച്ചതോടെ ഫീസ് വർധനവ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ലഭിച്ച അപേക്ഷകൾക്കും താമസരേഖ കാലാവധി അവസാനിക്കാനായവർക്കുമാണ് മന്ത്രാലയം മുൻഗണന നൽകിയത്. ഇത്തരത്തിൽ 70,000-ഓളം ഇടപാടുകളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പൂർത്തിയാക്കിയത്. ഇന്നലെ ഉച്ചയോടെയാണ് ഇൻഷുറൻസ് ഫീസ് ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപനം നടത്തിയത്. കുവൈറ്റിലെ ഫഹാഹീലിൽ ഏഷ്യൻ വംശജർ നടത്തിവന്ന മനുഷ്യക്കടത്ത് കേന്ദ്രം പോലീസ് തകർത്തു. വീടുകളിൽ നിന്ന് ഒളിച്ചോടുന്ന ഗാർഹിക തൊഴിലാളികളെ തടവിൽ പാർപ്പിക്കാനും അവരെ കൊണ്ട് നിർബന്ധിതമായി പണിയെടുപ്പിക്കാനും ഉപയോഗിച്ചിരുന്ന ഈ കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിൽ 4 സ്ത്രീകളും 2 പുരുഷന്മാരും അടങ്ങുന്ന 6-അംഗ ഏഷ്യൻ സംഘത്തെ പോലീസ് പിടികൂടി. ഇരുമ്പ് വാതിലുകളും CCTV ക്യാമറകളും ഘടിപ്പിച്ച മുറികളിലാണ് ഇവരെ പൂട്ടിയിട്ടിരുന്നത്. പുറം ലോകവുമായോ വീട്ടുകാരുമായോ ബന്ധപ്പെടാൻ ഇവരെ അനുവദിച്ചിരുന്നില്ല. വീട്ടുകാരോട് സംസാരിക്കാൻ അനുവദിക്കുമ്പോൾ പോലും മനുഷ്യക്കടത്ത് സംഘത്തിലെ അംഗങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു ഇത്. വിദേശത്ത് നിന്ന് കടത്തിയ വൻ മയക്കുമരുന്ന് ശേഖരം സൗദിയിൽ സ്വീകരിക്കുന്നതിനിടെ 6 പാകിസ്ഥാനികളെ സൗദി സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുമായി സഹകരിച്ച് നടത്തിയ ഓപ്പറേഷനിലൂടെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നർക്കോട്ടിക്സ് കൺട്രോൾ റിയാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. 71 കിലോ അതിമാരക രാസലഹരി ഇവരുടെ പക്കലിൽ നിന്ന് കണ്ടെത്തി.
സൗദിയിൽ സുരക്ഷാ സൈനികനെ കൊലപ്പെടുത്തിയ 3 ഭീകരരുടെ വധശിക്ഷ നടപ്പാക്കിയതായി സൗദി അറേബ്യ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സൈനികനെ കൊലപ്പെടുത്തുകയും മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥനെ പരിക്കേൽപ്പിക്കുകയും സുരക്ഷാ വകുപ്പ് ആസ്ഥാനങ്ങൾക്കും വാഹനങ്ങൾക്കും നേരെ നിറയൊഴിക്കുകയും ചെയ്ത സൗദി പൗരന്മാരുടെ വധശിക്ഷയാണ് സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിൽ നടപ്പാക്കിയത്. UAEയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ജബൽ ജൈസ് മലനിരകളിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് റോഡുകൾക്കും നടപ്പാതകൾക്കും കേടുപാടുകൾ സംഭവിച്ചതിനാലാണ് നടപടി. UAEയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെയും മലയാളികളടക്കമുള്ള പ്രവാസികളുടെയും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ജബൽ ജൈസ്. ഈ മാസം 17 മുതൽ 19 വരെ പെയ്ത കനത്ത മഴയിൽ ജബൽ ജൈസിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും വാഹനങ്ങൾ കുടുങ്ങുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് പരിശോധനകൾക്കും അറ്റകുറ്റപ്പണികൾക്കുമായി റോഡുകൾ അടച്ചത്. UAEയിലെ ശൈത്യകാല സീസണിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്ന സ്ഥലമാണ് ജബൽ ജൈസ്. ഹൈക്കിംഗ് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര ആക്ടിവിറ്റികൾക്കായി നിരവധി പേർ എത്തുന്ന ഇടം കൂടിയാണ് ഇവിടെ. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമല മണ്ഡല പൂജയ്ക്ക് കലിയുഗ വരദനായ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കഅങ്കിയും വഹിച്ചുള്ള രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി 26 വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പ് ഘോഷയാത്ര സന്നിധാനത്തെത്തും. ആറന്മുള ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് രഥഘോഷയാത്ര ആരംഭിച്ചത്. പുലർച്ചെ 5 മുതൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി തങ്കഅങ്കി ദർശനം ആരംഭിച്ചിരുന്നു. നിരവധി പേരാണ് ഈ സമയം ദർശനം നടത്തിയത്. രാവിലെ 7 മണിയോടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ദേവസ്വം പ്രതിനിധികൾ ചേർന്ന് തങ്കഅങ്കി പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലേക്ക് ആനയിച്ചു. രഥം കടന്നുപോകുന്ന വഴികളിൽ ഭക്തർ നിലവിളക്കും നിറപറയും ഒരുക്കിയിരുന്നു. സായുധ പോലീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് തങ്കഅങ്കി ഘോഷയാത്ര. വിവിധ ക്ഷേത്രങ്ങളിലെയും ഇടത്താവളങ്ങളിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 26 വൈകിട്ടോടെ ഘോഷയാത്ര സന്നിധാനത്തെത്തും. സന്നിധാനത്തെത്തുന്ന തങ്കഅങ്കി തന്ത്രിയും മേൽശാന്തിയും ദേവസ്വം ബോർഡ് ഭാരവാഹികളും ചേർന്ന് ഏറ്റുവാങ്ങും. തുടർന്ന് തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 27-നാണ് മണ്ഡലപൂജ. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തങ്കം കൊണ്ട് നിർമ്മിച്ച നടക്കിവെച്ച 450 പവൻ തൂക്കമുള്ള ആഭരണങ്ങളാണ് തങ്കഅങ്കി. തിരുമുഖം, തിരൂടൽ, കിരീടം, തൃപ്പാദം എന്നിവ ഇതിലുൾപ്പെടും. ശബരീശന് ഇവ ചാർത്തിയാണ് ശബരിമലയിൽ മണ്ഡലപൂജ നടത്തുക. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആഘോഷങ്ങളും ആചാരങ്ങളും തനിമയും പ്രൗഢിയും ചോരാതെ നെഞ്ചേറ്റുന്നവരാണ് ഡൽഹി മലയാളികൾ. ക്രിസ്മസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അവർ. പ്രത്യേക പ്രാർത്ഥനയും കരോളുമൊക്കെയായി ഡൽഹിയിലെ ക്രൈസ്തവർ ആഘോഷത്തിന്റെ നിറവിലാണ്. ചുവന്ന തൊപ്പിയും ചുവന്ന വസ്ത്രങ്ങളും ധരിച്ച് പാട്ടുപാടി സമ്മാനങ്ങളുമായി ഇനി സാന്റയുടെ വരവാണ്. ഡിസംബർ ആദ്യവാരത്തോടെ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ എല്ലായിടത്തും തുടങ്ങും. ക്രിസ്മസ് ട്രീയും നക്ഷത്രങ്ങളുമൊക്കെയായി പള്ളികളും വീടുകളുമെല്ലാം ആഘോഷത്തിലാകും. യേശുദേവന്റെ തിരുപ്പിറവി അറിയിച്ച് കരോളുകൾ വീടുകളിലേക്കെത്തും. ദിൽഷാദ് ഗാർഡനിലെ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ നേതൃത്വത്തിൽ 40 പേരടങ്ങുന്ന സംഘമാണ് തിരുപ്പിറവി ഗാനങ്ങളുമായി ക്രിസ്മസിനെ വരവേൽക്കുന്നത്. ഡൽഹിയിലെ അതിശൈത്യത്തെയും അവഗണിച്ച് കരോൾ സംഘം ഭവന സന്ദർശനം നടത്തുകയാണ്. അതിതീവ്ര തണുപ്പിലും ആ ഒരു തണുപ്പിനെ ഒന്നും വകവയ്ക്കാതെ ലോകം മുഴുവനും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായിട്ട് ജനിച്ച ആ ക്രിസ്തുവിൻ്റെ ജനനത്തിന് സന്ദേശം അറിയിച്ചുകൊണ്ട് ദിൽഷാദ് ഗാർഡൻ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്നും എല്ലാ വീടുകളിലേക്കുമായി കരോൾ ഇറങ്ങുകയാണ്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. 45ഓളം കുടുംബങ്ങളാണ് ഇടവകയിൽ ആകെയുള്ളത്. 5 ദിവസമാണ് കരോളുമായി വിശ്വാസികൾ വീടുകളിലേക്ക് എത്തുക. ഏറ്റവും ഒടുവിൽ താഹിർപൂരിലെ മദർ തെരേസ കോൺവെന്റിലെത്തി അന്തേവാസികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷം. ആൻസി ജോബിയുടെ നേതൃത്വത്തിലാണ് കരോൾ സംഘത്തിന്റെ ഭവന സന്ദർശനം. ജോഷി KB, ജോഷി കുര്യൻ, ആൽബി പീറ്റർ എന്നിവർ ഗായക സംഘത്തിനും നേതൃത്വം നൽകുന്നു.
അമൃത ന്യൂസ്, ന്യൂഡൽഹി. കായിക പ്രേമികൾക്ക് ആവേശമായി ലോക ജേതാക്കളായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം നാളെ കേരളത്തിലെത്തും. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ അവസാന 3 മത്സരങ്ങൾക്കായാണ് ടീമുകൾ നാളെ തിരുവനന്തപുരത്തെത്തുന്നത്. ഡിസംബർ 26, 28, 30 തീയതികളിലായി കാര്യവട്ടം സ്പോർട്സ് ഹബ് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാകും മത്സരങ്ങൾ നടക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ നിർണായകമായ 3 മത്സരങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ഇതോടെ മിഡ്ലീസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ കാണാം അമൃത ന്യൂസ് യൂട്യൂബിൽ.